ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാക്കനി ഡാക്കിനി എന്ന മൂവിയാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പെൺകുട്ടികളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരാളുടെ പേര് ദാമിനി, മറ്റൊരാളുടെ പേര് ശാലിനി. ദാമിനിയുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ശാലിനി ഒരു കബഡി കളിക്കാരിയുമാണ്. അക്കാഡമിയിലേക്കുള്ള അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് ശാലിനിയും ദാമിനിയും തമ്മിൽ ചെറിയ തോതിൽ ഉരസലുണ്ടാകുന്നു. സത്യത്തിൽ ഇരുവരുടെയും ജോഡി തികച്ചും വ്യത്യസ്തമാണ്. ഒരാൾ അല്പം അഹങ്കാരിയാണെങ്കിൽ മറ്റൊരാൾ തനി നാടൻ പെൺകുട്ടിയാണ്. അതിനുശേഷം ജോയിന്റ് ഡയറക്ടർ പ്രതാപ് എല്ലാ വിദ്യാർത്ഥികൾക്കും നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, അടുത്ത 14 മാസങ്ങളിൽ 12 മാസം നിങ്ങളുടെ പരിശീലനവും 2 മാസം ഫീൽഡ് വർക്കും ആയിരിക്കുമെന്ന്. ഇനി ഈ വിദ്യാർത്ഥികൾക്ക് ഇവിടെ 12 മാസം കഴിയേണ്ടി വരും. ദാമിനിക്കും ശാലിനിക്കും പരസ്പരം ഒരുമിച്ചാണ് 12 മാസം ഒരേ റൂമിൽ കഴിയേണ്ടി വരുന്നത്. ആദ്യം ദാമിനി ശാലിനിക്കൊപ്പം താമസിക്കാൻ വിസമ്മതിക്കുന്നു. എന്നാൽ മറ്റു റൂമുകളൊന്നും ഒഴിവില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ ശാലിനിക്കൊപ്പം താമസിക്കാൻ സമ്മതിക്കുന്നു. ഇങ്ങനെ അവരുടെ പരിശീലനം ആരംഭിക്കുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശാലിനി ദാമിനിയുടെ ചിക്കൻ എടുത്തിട്ട് പറയുന്നു, ഇതുണ്ടാക്കിയ ആൾ അയാളുടെ വിയർപ്പ് ഇതിൽ ചേർത്ത് കാണും, അതുകൊണ്ടാണ് ഇത്ര രുചിയുള്ളതെന്ന്. യഥാർത്ഥത്തിൽ ദാമിനി വളരെ വൃത്തിയുള്ള ഒരു പെൺകുട്ടിയാണ്. അതേസമയം ശാലിനി വലിയൊരു ഭക്ഷണപ്രിയയും എന്ത് കിട്ടിയാലും കഴിക്കുന്ന പ്രകൃതക്കാരിയുമാണ്. ഇതിനിടയിൽ ഒരു രാത്രി ദാമിനി വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്റേൺഷിപ്പിനായി അപേക്ഷിച്ചിട്ടുണ്ടെന്നും അത് അംഗീകരിക്കപ്പെട്ടെന്നും നമ്മൾ അറിയുന്നു. ഇങ്ങനെയെല്ലാം ശരിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ അലാം അടിക്കുന്നു. ദാമിനി ശാലിനിയോട് പറയുന്നു, അലാം ഞാൻ വെച്ചതാണ്, നീ ഉറങ്ങിക്കോളൂ എന്ന്. ദാമിനി തനിയെ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. ശാലിനി ഗ്രൗണ്ടിലെത്താൻ 1 മിനിറ്റ് വൈകുന്നു. അതിനാൽ പ്രതാപ് സർ ശാലിനിയെ 1 മിനിറ്റ് ഗ്രൗണ്ടിന് പുറത്ത് നിർത്തുന്നു. ആ 1 മിനിറ്റിൽ ശാലിനിയെ ധാരാളം ഉറുമ്പുകൾ കടിക്കുന്നു. അതുകൊണ്ട് ഡയറക്ടർ ശാലിനിക്ക് ആ 1 മിനിറ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നു, ശ്രദ്ധിക്കണം, ഇനിമേൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുത്. അതിനുശേഷം എല്ലാവരുടെയും പരിശീലനം ആരംഭിക്കുന്നു. പരിശീലനത്തിനിടയിൽ ശാലിനിയും ദാമിനിയും പരസ്പരം ധാരാളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. അത് കാരണം ഇരുവരുടെയും പ്രകടനം മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ മോശമാകുന്നു. ഇനി ഒരു ദിവസം ദാമിനി ശാലിനിയുടെ എല്ലാ ഫാസ്റ്റ് ഫുഡും വാർഡന് കാണിച്ചു കൊടുക്കുന്നു. വാർഡൻ ശാലിനിക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഇനിമേൽ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്, കാരണം ഞങ്ങളുടെ അക്കാഡമിയിൽ പുറത്തു നിന്നുള്ള ഭക്ഷണം അനുവദനീയമല്ല. അവർ പറയുന്നു, നീ വീണ്ടും ഇങ്ങനെ ചെയ്താൽ ഞാൻ ഡയറക്ടർ പ്രതാപ് സാറിനോട് ഇതെല്ലാം പറയും. ഇങ്ങനെ ഇരുവരും തമ്മിൽ വീണ്ടും വഴക്ക് തുടങ്ങുന്നു. അപ്രതീക്ഷിതമായി ഒരു ദിവസം ശാലിനി ദാമിനിയുടെ ലാപ്ടോപ്പ് ഒട്ടിക്കുന്നു. അത് കാരണം ഇരുവരും തമ്മിൽ കയ്യാങ്കളി തുടങ്ങുന്നു. അപ്പോഴാണ് പ്രതാപ് സർ അവിടേക്ക് വരുന്നത്. അദ്ദേഹം ഇരുവരെയും തന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും അടുത്ത 1 മാസത്തേക്ക് ഡൈനിങ് റൂം വൃത്തിയാക്കാൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം അവർക്കൊരു ടാസ്ക് നൽകുന്നുണ്ട്. അതനുസരിച്ച് അവർ 1 മണിക്കൂറിനുള്ളിൽ കാട് കടന്ന് മറുഭാഗത്തെത്തണം. ടാസ്ക് തുടങ്ങുന്നു. എല്ലാവരും പരസ്പരം മുന്നിലെത്താൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ദാമിനിയുടെ കാൽ ഒരു മരത്തിൽ കുടുങ്ങുന്നു. അത് കാരണം ദാമിനിയുടെ കാലിന് ഉളുക്ക് പറ്റുന്നുണ്ട്. ദാമിനിയെ കടന്ന് മറ്റുള്ളവരെല്ലാം പോകുന്നത് അവൾ കാണുന്നു. പക്ഷേ ആരും അവളെ സഹായിക്കുന്നില്ല. അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ശാലിനി അവിടെ എത്തുന്നത്. അപ്പോൾ ദാമിനി ശാലിനിയോട് സഹായം ചോദിക്കുന്നു. ശാലിനി ദാമിനിയെ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദാമിനിയെ സഹായിച്ചത് കൊണ്ട് അവർ ഇരുവരും 10 മിനിറ്റ് വൈകുന്നു. ഇത് കാരണം പ്രതാപ് സർ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അപ്പോൾ ദാമിനി പ്രതാപ് സാറിനോട് പറയുന്നു, സർ, സംഭവിച്ചതെല്ലാം എന്റെ തെറ്റുകൊണ്ടാണ്. എന്റെ കാലിന് ഉളുക്ക് പറ്റി, ശാലിനി എന്നെ സഹായിച്ചു, അതുകൊണ്ടാണ് അവൾ വൈകിയത്. നിങ്ങൾക്ക് എന്ത് ശിക്ഷ നൽകണമോ അതെനിക്ക് നൽകിയാലും. അവരുടെ ഈ വാക്കുകൾ കേട്ട് പ്രതാപ് സർ ഇരുവരിലും മതിപ്പുളവാക്കുന്നു. മറ്റുള്ളവർക്കെല്ലാം വീണ്ടും ഓടാൻ ശിക്ഷ നൽകുന്നു. ഇപ്പോൾ ശാലിനിയുടെയും ദാമിനിയുടെയും ശത്രുത പതിയെ സൗഹൃദത്തിലേക്ക് മാറാൻ തുടങ്ങുന്നു. അവരുടെ പ്രകടനവും മെച്ചപ്പെടുന്നുണ്ട്. ഒരു ദിവസം ഒരു പബ്ബിൽ പ്രശസ്തനായ ഒരു നടൻ വരുന്നുണ്ടെന്ന് അറിയുന്നു. അയാളെ കാണാൻ അവർ പോകുന്നു. അവിടെ ധാരാളം മദ്യം കഴിക്കുകയും നന്നായി ഡാൻസ് കളിക്കുകയും ചെയ്യുന്നു. ഇനി അവർക്ക് പോകാൻ വൈകുകയാണ്. അതിനാൽ അവർ ആ പബ്ബിൽ നിന്ന് ഇറങ്ങുന്നു. വഴിയിൽ വെച്ച് ദാമിനി ശാലിനിയോട് പറയുന്നു, അവൾ ഇന്റേൺഷിപ്പിനായി വിദേശത്തേക്ക് പോകുകയാണെന്നും അവിടെ വാടകയ്ക്ക് താമസിക്കാൻ ജോലി ചെയ്യുകയാണെന്നും. അപ്പോൾ ശാലിനി ദാമിനിയോട് ചോദിക്കുന്നുണ്ട്, നീ ജോലി ചെയ്യാൻ പോവുകയാണോ? അപ്പോൾ നീ ദരിദ്രയാണോ എന്ന്. ദാമിനി ശാലിനിയോട് പറയുന്നു, അല്ല, എന്റെ മാതാപിതാക്കൾ പോലീസ് ഓഫീസർമാരാണ്, പക്ഷേ അവരൊരിക്കലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ശാലിനി ദാമിനിയോട് പറയുന്നു, നിനക്ക് എന്തായാലും ഒരു ലക്ഷ്യമുണ്ട്,
നീ എല്ലാം ആലോചിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ലക്ഷ്യവുമില്ല, എനിക്ക് എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നും അറിയില്ല. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ബൈക്കുകാർ അമിത വേഗത്തിൽ വരുന്നു. ആ ബൈക്കുകാർ അവരെ ഇടിക്കാൻ പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി വന്ന് അവരെ രക്ഷിക്കുന്നത്. അത് കാരണം ആ പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും അവളുടെ ഭക്ഷണം താഴെ വീഴുകയും ചെയ്യുന്നു. പിന്നെ ദാമിനിയും ശാലിനിയും ആ പെൺകുട്ടിയോട് പറയുന്നു, ഞങ്ങൾ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. പക്ഷെ ആ പെൺകുട്ടി പറയുന്നു, വേണ്ട, എന്റെ കൂട്ടുകാർ എന്നെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന്. അതിനാൽ ദാമിനി അവൾക്കായി ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ദാമിനിയും ശാലിനിയും കുറച്ചു ദൂരം നടന്നപ്പോഴാണ് വഴിയിൽ ഒരു താക്കോൽ വീണ് കിടക്കുന്നത് കാണുന്നത്. അതൊരു പക്ഷെ ആ പെൺകുട്ടിയുടേതായിരിക്കുമെന്ന് അവർക്ക് തോന്നുന്നു. അതിനാൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ചില ആളുകൾ ആ പെൺകുട്ടിയെ ഒരു വണ്ടിയിൽ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ ആ വണ്ടിയെ പിന്തുടരാൻ തുടങ്ങുന്നു. പക്ഷേ വണ്ടി വളരെ വേഗത്തിലായിരുന്നത് കൊണ്ട് അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദാമിനി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫോൺ ചെയ്ത് ഇതേക്കുറിച്ച് പറയുന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന് പോലീസ് ഓഫീസർ അവരോട് വണ്ടിയുടെ നമ്പർ ചോദിക്കുന്നുണ്ട്. അവർ വണ്ടിയുടെ നമ്പർ പറയുന്നു. പക്ഷേ പോലീസ് ഓഫീസർ പറയുന്നു, ഈ നമ്പറിൽ ഒരു വണ്ടിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. അതോടൊപ്പം പറയുന്നു, ഞാൻ അവിടെ ഒരു പോലീസ് വാഹനം അയക്കാം. പക്ഷേ ആ ഓഫീസർ അവിടെ എത്താൻ എത്ര സമയമെടുക്കുമെന്ന് പറയുന്നില്ല. അതിനാൽ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, അവിടെ ആരും അവരുടെ വാക്ക് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അതിനാൽ അവർ നേരെ പ്രതാപ് സാറിന് ഫോൺ ചെയ്യുന്നു. പ്രതാപ് സാർ അവരോട് അക്കാഡമിയിലേക്ക് തിരിച്ചു വരാൻ പറയുന്നു. അതിനുശേഷം ശാലിനി ദാമിനിയോട് ചോദിക്കുന്നു, നമ്മൾ ഇനി എന്ത് ചെയ്യണം? ദാമിനി പറയുന്നു, നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ ക്രൈം സ്പോട്ട് പരിശോധിക്കണമെന്ന്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പ്രതാപ് സാറിന്റെ കോൾ വരുന്നു. അദ്ദേഹം പോലീസ് ഓഫീസറോട് അവരെ നിരീക്ഷിക്കാൻ പറയുന്നു. പോലീസ് ഓഫീസർ അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ അവർ പോലീസ് സ്റ്റേഷൻ പുറത്തു നിന്ന് പൂട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നേരെ ആ ക്രൈം ലൊക്കേഷനിൽ എത്തുന്നു. അവിടെ അവർ നേരിട്ട് ചെന്ന് പരിശോധന നടത്താൻ തുടങ്ങുന്നു. പരിശോധന നടത്തുമ്പോൾ അവർക്ക് ആ പെൺകുട്ടിയുടെ താഴെ വീണ ഭക്ഷണപ്പൊതിയുടെ ഒരു കവർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ ആ കട കണ്ടെത്താൻ പുറപ്പെടുന്നു. അതുവഴി അവർക്ക് ആ കടയിൽ നിന്ന് അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അവർ ആ കടയുടെ അടുത്തെത്തുമ്പോൾ അടുത്തുള്ള എല്ലാ കടക്കാരും ഇതേപോലത്തെ ഫുഡ് പാക്കറ്റുകൾ ഉപയോഗിക്കുന്നത് കാണുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നതുപോലെ തന്നെ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആശയക്കുഴപ്പത്തിലാകുന്നു. അപ്പോഴാണ് ശാലിനി ആ ഫുഡ് പാക്കറ്റിൽ നിന്ന് ചട്നി രുചിച്ചു നോക്കുന്നത്. അതുവഴി അവൾക്ക് മറ്റെല്ലാ സ്റ്റോളുകളിലെയും ചട്നിയുടെ രുചിയുമായി താരതമ്യം ചെയ്യാനും ആ പെൺകുട്ടി ഏത് കടയിൽ നിന്നാണ് ഭക്ഷണം വാങ്ങിയതെന്ന് കണ്ടെത്താനും സാധിക്കും. ഈ ടെക്നിക്ക് ഒരു പക്ഷേ CID പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ലോ. ഇനി അവൾ ഓരോ കടയിലെയും ചട്നി രുചിച്ചു നോക്കാൻ തുടങ്ങുന്നു. ഒടുവിൽ ആ പെൺകുട്ടി ഭക്ഷണം വാങ്ങിയ സ്റ്റോൾ അവർക്ക് കിട്ടുന്നു. ആ കടക്കാരൻ പറയുന്നു, ആ പെൺകുട്ടി അടുത്തുള്ളൊരു പാർലറിൽ ജോലി ചെയ്യുന്നുവെന്ന്. ദാമിനിയും ശാലിനിയും പാർലറിന്റെ പുറത്തെത്തുമ്പോൾ അതൊരു ബ്യൂട്ടി പാർലർ അല്ല, മറിച്ച് മസാജ് പാർലർ ആണെന്ന് മനസ്സിലാകുന്നു. അവിടെ അത്തരം തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശാലിനി ദാമിനിയോട് അകത്തേക്ക് പോകാൻ പറയുന്നു. പക്ഷെ ദാമിനി വിസമ്മതിക്കുന്നു. അതിനാൽ അവരൊരു ഗെയിം കളിച്ച് ആരാണ് അകത്തേക്ക് പോകുന്നതെന്ന് തീരുമാനിക്കുന്നു. ഒടുവിൽ ദാമിനിക്ക് തന്നെ അകത്തേക്ക് പോകേണ്ടി വരുന്നു. ദാമിനി അകത്ത് ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറത്ത് വിശന്നിരിക്കുന്ന ശാലിനി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. മറുവശത്ത് അകത്ത് ദാമിനി ആ പെൺകുട്ടിയുടെ രൂപം വിവരിച്ച് അവളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു, ഇവിടെ എല്ലാവരും നീ പറയുന്നത് പോലത്തെ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പുറത്തൊരാൾ ശാലിനിയുമായി ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് പോലീസുകാർ വരുന്നത്. ശാലിനി അയാളെ അടിക്കാൻ തുടങ്ങുന്നു. അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പക്ഷെ ശാലിനി അയാളെ പിന്തുടരുകയും പോലീസുകാരോട് ഞാൻ അയാളെ പിടിക്കാൻ പോകുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അത് കാരണം പോലീസും ശാലിനിയെ പിന്തുടരാൻ തുടങ്ങുന്നു. അവരുടെ ഓട്ടവും പിടുത്തവും ആരംഭിക്കുന്നു. യഥാർത്ഥത്തിൽ ശാലിനി മനഃപൂർവ്വം ആ പോലീസുകാരെ അവളെ പിന്തുടരാൻ പ്രേരിപ്പിച്ചതാണ്. അതുവഴി അകത്ത് ദാമിനിക്ക് അവളുടെ അന്വേഷണം നന്നായി നടത്താൻ കഴിയും. അകത്ത് അന്വേഷണത്തിനിടയിൽ ദാമിനിക്ക് ആ പെൺകുട്ടിയുടെ പേര് പ്രിയ എന്നാണെന്നും അവളുടെ വിലാസവും കിട്ടുന്നു. ദാമിനി പാർലറിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ ശാലിനിയെ കാണുന്നു. ഇരുവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇനി ഇരുവരും പ്രിയയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയ അവിടെ കുറച്ച് പെൺകുട്ടികളോടൊപ്പമാണ് താമസിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് ഒരു ആൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവന്റെ പേര് നന്ദു. ശാലിനിയും ദാമിനിയും പ്രിയയെക്കുറിച്ച് നന്ദുവിനോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവരെ കബളിപ്പിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ദാമിനി നന്ദുവിനെ തിരിഞ്ഞ് പാർക്കിങ്ങിൽ എത്തുന്നു. എന്നാൽ അവൻ ദാമിനിയെ പിന്നിൽ നിന്ന് കത്തി കൊണ്ട് ആക്രമിക്കുന്നു. പക്ഷെ ദാമിനി അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വയം പ്രതിരോധ വിദ്യ ഉപയോഗിച്ച് അവനെ അടിച്ച് താഴെയിടുന്നു. ഇനി ശാലിനിയും ദാമിനിയും നന്ദുവിനോട് പ്രിയയെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ വിൽക്കാറുണ്ട്. ദാമിനി അവനോട് വാങ്ങുന്നയാളുടെ പേര് ചോദിക്കുമ്പോൾ അവൻ ആ ദല്ലാളിന്റെ പേര് റഫീഖ് എന്നാണെന്ന് പറയുന്നു.
ഇതിനിടയിൽ പ്രിയയോടൊപ്പം താമസിക്കുന്ന പെൺകുട്ടികൾ അവരോട് പറയുന്നു പ്രിയയ്ക്ക് ഈ ലോകത്തിൽ ആരുമില്ലെന്നും പ്രിയ വളരെ നല്ല പെൺകുട്ടിയാണെന്നും പ്ലീസ് ദീദി അവളെ രക്ഷിക്കൂ എന്നും പറയുന്നുണ്ട്. ഇനി ശാലിനിയും ദാമിനിയും പ്രിയയെ കണ്ടെത്താൻ പുറപ്പെടുന്നു. പിന്നീട് നമ്മൾ പ്രിയയെ കാണുന്നു. അവളെ ചില ആളുകൾ പിടിച്ചൊരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. പ്രിയ അവരോട് പലതവണ കെഞ്ചുന്നു. പക്ഷെ അവളുടെ വികാരങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. വഴിയിൽ ഡ്രൈവർ ദാമിനിയോടും ശാലിനിയോടും പറയുന്നു നിങ്ങൾ പോകുന്ന സ്ഥലം പെൺകുട്ടികൾക്ക് ഒട്ടും സുരക്ഷിതമല്ല. അവിടെ പലതരം തെറ്റായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ശാലിനിയും ദാമിനിയും സ്വന്തം ജീവൻ പോലും വകവെക്കാതെ പ്രിയയെ രക്ഷിക്കാൻ അവിടെ എത്തുന്നു. അവിടെ ഒരു റെസ്റ്റോറന്റിൽ അവർ പോകുന്നുണ്ട്. അവിടെ അവർ നന്ദുവിന്റെ ഫോണിൽ നിന്ന് റഫീഖിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. ഇതിലൂടെ റഫീഖ് ആരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പക്ഷേ അപ്പോൾ റഫീഖ് ഫോണിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അത് കാരണം ശാലിനിയുടെ കയ്യിലുള്ള നന്ദുവിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. നന്ദുവിന്റെ ഫോൺ ഇവരുടെ കയ്യിലാണെന്ന് റഫീഖിനും മനസ്സിലാകുന്നു. പിന്നെ റഫീഖ് തന്റെ ഗുണ്ടകളോടൊപ്പം അവരുടെ അടുത്തേക്ക് വന്ന് അവരോട് ചോദിക്കുന്നു നന്ദുവിന്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന്. ഇത് കേട്ട് അവൻ അവരെ അടിക്കാൻ തുടങ്ങുന്നു. ഇതിന് പകരമായി ശാലിനിയും ദാമിനിയും അവരെ തിരിച്ചും ആക്രമിക്കുന്നു. അവിടെയാണ് ഈ സിനിമയിലെ ഏറ്റവും മികച്ച രംഗം നമ്മൾ കാണുന്നത്. അതിൽ ശാലിനിയും ദാമിനിയും അവരുടെ കഥ കഴിക്കുന്നു. എന്നിട്ട് റഫീഖിനെ ബന്ദിയാക്കി കൂടെ കൊണ്ടുപോകുന്നു. പിന്നീട് റാക്ക എന്നൊരു ഡോണിനെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരാളെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. റാക്കയ്ക്ക് വേണ്ടിയാണ് റഫീഖ് ജോലി ചെയ്യുന്നത്. റാക്കയാണ് ഈ റാക്കറ്റിന്റെ സൂത്രധാരൻ. അതിനുശേഷം ശാലിനിയും ദാമിനിയും റഫീഖിന്റെ സഹായത്തോടെ പ്രിയയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തുന്നു. ശാലിനിയും ദാമിനിയും ആ സ്ഥലത്തെത്തുമ്പോൾ അവിടെ പ്രിയ മാത്രമല്ല അവളെ പോലെ ധാരാളം പെൺകുട്ടികളെ തടവിലാക്കിയിരിക്കുന്നത് കാണുന്നു. ശാലിനിയും ദാമിനിയും ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവരെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവർക്കത് തുറക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ അവിടെ മറ്റൊരു പെൺകുട്ടിയെ കാണുന്നു. അവൾക്ക് കഠിനമായ പനിയുണ്ട്. അവളുടെ ശരീരത്തിൽ നിന്ന് രക്തവും ഒഴുകുന്നുണ്ട്. ഇനി ശാലിനിയും ദാമിനിയും ആ പെൺകുട്ടിയെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അതുവഴി പോലീസിലൂടെ ആ പെൺകുട്ടികളെയെല്ലാം രക്ഷിക്കാൻ കഴിയും. അപ്പോഴാണ് റാക്ക അവിടെ എത്തുന്നത്. ശാലിനിയെയും ദാമിനിയെയും പിടികൂടുന്നു. പക്ഷേ ശാലിനിയും ദാമിനിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. റാഖ അവരെ നേരിട്ട് കൊല്ലാൻ ഉത്തരവിടുന്നു. സ്വയം അവരെ കണ്ടെത്താൻ പുറപ്പെടുന്നുമുണ്ട്. ഇരുവരും ആ ഗുണ്ടകളുടെ കയ്യിൽ പെടാൻ പോകുമ്പോഴാണ് പോലീസ് അവിടെ എത്തുന്നത്. ഗുണ്ടകൾ പോലീസിനെ കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പോലീസ് ദാമിനിയെയും ശാലിനിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെ പ്രതാപ് സർ അവരെ രക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം വഴിയിൽ വെച്ച് ദാമിനിയും ശാലിനിയും പ്രതാപ് സാറിനോട് പറയുന്നു ആ പെൺകുട്ടികളെല്ലാം ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്, നമ്മൾ അവരെ സഹായിക്കണം. ഇനി ഇരുവരും പ്രതാപ് സാറിനെ ആ പെൺകുട്ടികളെ ബന്ദികളാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ഇപ്പോൾ ആ സ്ഥലത്ത് ആരുമില്ല. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്നിരുന്നാലും പ്രതാപ് സാറിന് അവരിൽ വിശ്വാസമുണ്ട്. പക്ഷേ അവരുടെ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം വളരെ ആശങ്കാകുലനാണ്. അതിനാൽ അദ്ദേഹം അവരെ ആ പെൺകുട്ടികളെ സഹായിക്കുന്നതിൽ നിന്ന് വിലക്കുകയും അക്കാഡമിയിലേക്ക് തിരികെ പോകാൻ പറയുകയും ചെയ്യുന്നു. അക്കാഡമിയിൽ വന്ന ശേഷം ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇഞ്ചക്ഷനെ കുറിച്ച് ദാമിനി ധാരാളം ഗവേഷണം നടത്തുന്നു. ഗവേഷണം ചെയ്ത ശേഷം ദാമിനി ശാലിനിയോട് പറയുന്നു ഈ ഇഞ്ചക്ഷൻ ആർത്തവ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഡങ്ങളുടെ അളവ് വർദ്ധിപ്പിച്ച് മരവിപ്പിക്കുന്നുവെന്ന്. പിന്നെ ഈ അണ്ഡങ്ങൾ ബയോളജിക്കൽ ലാബുകൾക്കും ആശുപത്രികൾക്കും വിൽക്കുന്നു. അതുവഴി IVF വഴി കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയും. ഇതൊരു വലിയ റാക്കറ്റാണ്. ഇനി അവർ പതിയെ ഈ റാക്കറ്റിനെതിരെ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങുന്നു. അവർക്ക് ആ ഇഞ്ചക്ഷൻ വാങ്ങുന്ന ആശുപത്രിയുടെ വിലാസവും കിട്ടുന്നുണ്ട്. അതോടൊപ്പം ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ലൊക്കേഷനും കിട്ടുന്നു. ഇനി രാത്രിയിൽ ശാലിനിയും ദാമിനിയും ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ അക്കാഡമിയിൽ നിന്ന് ഓടിപ്പോകുന്നു. ബുർഖ ധരിച്ച് ആ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. അവിടെയാണ് ആ പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്ന് അണ്ഡങ്ങൾ നീക്കം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അവർ ആശുപത്രിയുടെ പാർക്കിങ്ങിൽ ചെന്ന് റാഖയുടെ ഗുണ്ടകളെ നന്നായി മർദ്ദിക്കുകയും അവരുടെ ബോധം കെടുത്തുകയും ചെയ്യുന്നു. ഈ ആക്ഷൻ രംഗം നിങ്ങൾക്ക് വളരെയധികം ഗംഭീരമായി തോന്നും. പിന്നെ അവർ ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിന് മുന്നിൽ റാഖ വരുന്നു. അവൻ അവരെ ശക്തമായി ആക്രമിക്കുന്നുണ്ട്. ശാലിനിയും ദാമിനിയും ഒരുമിച്ച് റാഖയെ ശക്തമായി നേരിടുന്നു. പക്ഷെ റാഖ അവരെ കീഴടക്കുന്നു. അവസാനം പുരുഷനല്ലേ, എന്നിട്ടും ദാമിനിയും ശാലിനിയും ധൈര്യം കൈവിടുന്നില്ല. ഈ പോരാട്ടത്തിനിടയിൽ റാഖയുടെ കയ്യിൽ ഒരു കോടാലി കിട്ടുന്നു. റാഖ ആ കോടാലി കൊണ്ട് ശാലിനിയെ കൊല്ലാൻ പോകുമ്പോഴാണ് ദാമിനി ഫ്യൂസ് കണ്ടക്ടർ പൊട്ടിക്കുന്നത്. അത് കാരണം ഫയർ അലാം അടിക്കുകയും അവിടെ വെള്ളം വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു അവസരം മുതലെടുത്ത് ശാലിനി റാഖയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇനി ശാലിനിയും ദാമിനിയും ഒരുമിച്ച് റാഖയെ പട്ടിയെ പോലെ തല്ലുന്നുണ്ട്. ഒടുവിൽ റാഖയെ മരണത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ നിന്ന് അവർ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന്
ഓപ്പറേഷൻ തുടങ്ങിയിരുന്ന പെൺകുട്ടിയെ രക്ഷിക്കുന്നു. അതോടൊപ്പം ആശുപത്രിയിൽ ഓപ്പറേഷനായി കൊണ്ടുവന്ന മറ്റ് 30 പെൺകുട്ടികളെയും രക്ഷിക്കുന്നുണ്ട്. എന്നാൽ അക്കാഡമിയിലെ നിയമങ്ങൾ ലംഘിച്ചതിന് ശാലിനിക്കും ദാമിനിക്കുമെതിരെ ഒരു കമ്മിറ്റി അന്വേഷണം നടത്തുന്നു. അവിടെ ചില പോലീസ് ഓഫീസർമാർ അവരെ സസ്പെൻഡ് ചെയ്ത് ശിക്ഷ നൽകണമെന്ന് പറയുന്നു. പക്ഷെ പ്രതാപ് സർ അവരുടെ പക്ഷം ചേർന്ന് അവരോട് ക്ഷമിക്കാനും അവരുടെ പരിശീലനം വീണ്ടും തുടങ്ങാനും പറയുന്നു. കമ്മിറ്റിയും ഇതിന് സമ്മതിക്കുന്നു. ശാലിനിയും ദാമിനിയും ചെയ്ത ഈ ഹൃദയം കവരുന്ന പ്രവൃത്തിക്ക് എല്ലാ പെൺകുട്ടികളും അവരെ പ്രശംസിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഗംഭീര രംഗത്തോടെ ഈ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.